മുസ്ലിം പേരുള്ള ആളുകൾ ഭീകരന്മാരല്ലേ എന്ന് ചോദ്യം ഉണ്ടാകും. ഞാൻ മുസ്ലിം പേരുകാരെ കുറിച്ചല്ല പറയണത്, മുസ്ലിങ്ങളെ കുറിച്ചാണ് പറയുന്നത്. മുഅ്മിനീങ്ങളുടെ പേര് അനുകരിക്കുന്നവരെ കുറിച്ചല്ല പറയുന്നത്, ഇസ്ലാം അംഗീകരിക്കുന്ന വിശ്വാസിയെ കുറിച്ചാണ് പറയുന്നത്. പിന്നെ ഇസ്ലാമിനെ തീവ്രവാദം എന്ന് വ്യാപകമായി പ്രചരിപ്പിക്കാനുള്ള സംവിധാനങ്ങളുടെ പ്രലോഭനം കൂടി അതിലൊക്കെ ഉണ്ട്. പല തീവ്രവാദ ഗ്രൂപ്പുകളെയും സൃഷ്ടിക്കുന്നത് ഇസ്ലാം വിരുദ്ധരാണ്. ICS കുറിച്ചൊക്കെ പിന്നീട് നല്ല പഠനങ്ങൾ വന്നു. അബൂബക്കർ ബഗ്ദാദി എന്ന് പറയുന്ന അതിന്റെ നേതാവ് ജൂതനാണ് എന്ന് പോലും റിപ്പോർട്ട് വന്നു. അയാൾക്ക് എല്ലാ കോച്ചിങ്ങും കൊടുത്ത് പുറത്തിറക്കിയത് ജൂതന്മാരാണെന്ന്. നമ്മുടെ ഇന്ത്യയിൽ തന്നെ നോക്കും, ചില പ്രത്യേക വിഭാഗം ഭരിക്കുന്ന സമയത്ത് തീരെ ഇസ്ലാം പേരുള്ള ഭീകരവാദികൾ സ്ഫോടനം നടത്തൂല. അവർ ഭരണത്തിൽ നിന്ന് മാറി പ്രതിപക്ഷം മറുപക്ഷം ഭരണത്തിലേക്ക് എത്തുമ്പോഴേക്ക് ഇസ്ലാം ഭീകരന്മാർ സജീവമാണ്, പൊട്ടിയോണ്ടിരിക്കും. കടലാസ് സംഘടനകളാണ് പലരും. ഞാൻ പറയുന്നത് ചില ആളുകളൊക്കെ ഭീകരന്മാരായി പ്രവർത്തിക്കുന്നില്ല എന്നൊന്നുമില്ല. അതിന് ഇത്തരം ചില രാഷ്ട്രീയപരമായ കാരണങ്ങളുണ്ട്, അതുകൂടെ പരിഗണിക്കുന്നതാണ്. ഒരു കാരണങ്ങളും ഇല്ലാതെ ഏതെങ്കിലും മുസ്ലിം പേരുള്ളവൻ പൊട്ടിത്തെറിക്കുന്നതിനെ കുറിച്ചുമല്ല ഞാൻ പറയണത്, യഥാർത്ഥ വിശ്വാസിയുടെ ജീവിതത്തെ കുറിച്ചാണ്. ആ പരലോകത്തിലുള്ള വിശ്വാസം, അള്ളാഹുവിലുള്ള വിശ്വാസം, സ്വർഗ നരകങ്ങളെ കുറിച്ചുള്ള വിശ്വാസം ഒരു മനുഷ്യനെ സമ്പൂർണ്ണനാക്കുന്നു.